അപ്പോൾ സൺഡേ അതിനെക്കൊണ്ട് നമ്മൾ കുളത്തിലേക്ക് വന്നതാണ് കേട്ടോ. രാവിലെ ഏകദേശം 8 മണിയായിട്ടുണ്ട്. നല്ല മഴയുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ വരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പം ആദ്യം ഞാൻ അജുവിനെ സ്വിമ്മിങ് പഠിപ്പിച്ചു, പിന്നെ ഹസനെ പഠിപ്പിച്ചു, അമ്രനെ പഠിപ്പിച്ചു. അമ്ര ശരിക്കും പ്രോ ചെയ്ത് കഴിഞ്ഞ ഇയറിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യമാണ് അവള് ഇങ്ങനെ ചാടാനൊക്കെ പഠിച്ചത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നമ്മളെല്ലാം ചെറുതാവുമ്പോൾ ഈ ഒരു മതിലില്ലേ, ഈ പച്ച കളർ പുല്ലൊക്കെ ഉള്ള മതിൽ, അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടേനു കേട്ടോ. ഡെയിലി ഒരു 2 ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ തറവാടുള്ളത്. അപ്പോൾ ഡെയിലി 2, 3, 4 പ്രാവശ്യമൊക്കെ വന്ന് അങ്ങനെ നേരെ ഓടി വരിക, ചാടുക. വീട്ടിൽ ഞങ്ങൾ കാണാനില്ലെങ്കിൽ ഉറപ്പിക്കാം നമ്മുടെ കുളത്തിലുണ്ട് എന്നുള്ളത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇതുപോലെ ഒരുപാട് കുളങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഇത്ര വലിപ്പമില്ല, അങ്ങനെ യൂസ് ചെയ്യുന്ന കുളങ്ങളും അല്ല. നല്ല തണുപ്പുണ്ട്. പിന്നെ ഹലോ ഗൈസ്, പക്ഷെ നമ്മൾ കുറച്ചേരം വെള്ളത്തിൽ നിന്നാൽ തണുപ്പൊക്കെ പോകും. മഴയുണ്ട്. പിന്നെന്താ മഴയുണ്ട്. പിന്നെ അപ്പോ ഇറങ്ങട്ടെ, ചാടിക്കോ. അങ്ങനെ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പം കുട്ടികൾ കൂടി. പിന്നെ ഏകദേശം കുളം ഫുള്ളായി. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് സ്വിം ചെയ്യാനൊന്നും പറ്റിയൊരു സിറ്റുവേഷനല്ല. കണ്ടോ, ഫുൾ ആളാണ്. അപ്പോൾ ഞാൻ മെല്ലെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇതിന് ചുറ്റും, അതായത് അപ്പുറത്തൊരു ലേഡീസിന് മാത്രം, അന്ന് ലേഡീസ് മാത്രം അവിടെ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പുറത്തൊരു ലേഡീസ് ഉള്ളി കുളമുണ്ട്. പിന്നെ വേറെയും കുഞ്ഞു കുഞ്ഞു കുളങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതത്ര യൂസ് ചെയ്യലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലുള്ള എല്ലാ കുട്ടികൾക്കും സ്വിമ്മിങ് അറിയായിരുന്നു കേട്ടോ. അതായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് ഏത് കുഞ്ഞി കുട്ടിയും കുറച്ചൊരു എന്താ പറയുക, കാരണം നമ്മൾ പെണ്ണുങ്ങളൊക്കെ തിരുമ്പാൻ വരിക പിന്നെ ഈ കുളത്തിലേക്കാണ്. അപ്പോൾ കുട്ടികളെയും കൊണ്ടാണ് വരിക. അങ്ങനെ ആ ഒരു സമയം മുതലേ അവർ കുളം കണ്ട് വെള്ളത്തിനുള്ള പേടിയൊക്കെ മാറിയിട്ട് എല്ലാ കുട്ടികൾക്കും സ്വിമ്മിങ് അറിയായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിനാറിയോ എന്താ വെച്ചാൽ, ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട്, എന്നാലും കുഞ്ഞു മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അബ്രോഡാണ്. അപ്പോൾ അവരിങ്ങനെ വെക്കേഷന് വരുമ്പോഴാണ് ഇങ്ങനെ കുളമൊക്കെ നിറഞ്ഞ് കാണുക. അന്നേരം ഇങ്ങനെ സ്വിമ്മിങ്ങിന് വരും. അന്ന് ഇതുപോലെ നമ്മൾ ജാക്കറ്റൊന്നും ഇട്ടിട്ടല്ലേനു കേട്ടോ. നമുക്ക് 2 വിദ്യകളായിരുന്നു സ്വിമ്മിങ് പഠിക്കാനായിട്ട്. ഒരെണ്ണം ഈ കൊട്ടത്തേങ്ങ ഇല്ലേ, ഉണങ്ങിയ തേങ്ങ, അതിങ്ങനെ കെട്ടിയിട്ട്, പിന്നെ അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ 2 കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുക. അപ്പോൾ ഇത് താവില്ല. നമ്മൾ മുത്തല എന്നാണ് പറയുക. പിന്നെ രണ്ടാമത്തൊരു ഇത് തന്നെ ഒരു കയറ്, ആരെങ്കിലും ഒരു കയറ് ഇങ്ങനെ കെട്ടിയിട്ട് അതിങ്ങനെ സൈഡിൽ നിന്ന് പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ലൂസാക്കും, പക്ഷെ നമ്മളിങ്ങനെ സ്വിം ചെയ്ത് പോവുക, നമ്മൾ താവാനാകുമ്പോൾ അവർ പിടിക്കും. ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചെറിയ മാമനാട്ടോ, ചെറിയ മാമനും ഫുൾ ടീമും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും, ഇപ്പോൾ രാത്രി വീട്ടിലെത്തുകയാണെങ്കിൽ രാത്രി ഇവിടെ കുളത്തിൽ വന്നിട്ടാണ് കുളിക്കുക. അപ്പോൾ എസ്പെഷ്യലി എൻ്റെ എളാപ്പൊക്കെ കുറേ കാലം നമ്മൾ തറവാട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുളം നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തൊക്കെ വരാം, നല്ലോണം ഒന്ന് നീന്തി കുളിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊക്കെ സ്വിമ്മിങ് പഠിപ്പിച്ചത് എളാപ്പാണ് കേട്ടോ. അങ്ങനെ എടുക്കരുത് കേട്ടോ, പാവായിട്ടാണ് ജീവിച്ചോട്ടെ. ചോറിന് പണിയാവേ, എന്തെല്ലോ ആവും. ഇത് 2 ഇതിനെ തൊട്ടാലോ? ആ അങ്ങനെ ആക്കണ്ടാവും. ചൊറിയ എന്തെല്ലോ ആയിപ്പോവും, പൊള്ളിപ്പോവും. ചെരുപ്പട ശരിക്ക് ഭയങ്കര രസമാട്ടോ ഈ സ്വിമ്മിങ്. നമുക്ക് ഭയങ്കര ഒരു എനർജി. പിന്നെ അതുപോലെ നമ്മൾ രാവിലെ തന്നെ വരൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു 10 o'clockന് ശേഷം എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു സുബഹിയൊക്കെ നിസ്കരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നല്ലോണം സ്വിം ചെയ്ത് കുറച്ച് ടൈം നമുക്ക് ഒറ്റയ്ക്ക് കിട്ടും.
അപ്പോൾ ഈ പോകുന്ന ഈ ഇടവഴീൻ്റെ സൈഡിൽ ഇതാണ് കേട്ടോ എൻ്റെ തറവാട്. എൻ്റെ തറവാടിൽ നിന്ന് ഡയറക്റ്റ് നമ്മളെ കുളത്തിലേക്കുള്ള വഴിയുണ്ട്. അതിപ്പോൾ തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് കുട്ടികൾ വല്ലാണ്ട് കുളത്തിലേക്ക് ഇങ്ങനെ ചാടുന്നതിനെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മതിലില്ലേ, അപ്പോൾ അങ്ങനെ ആ ഒരു വഴി ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഉള്ളത്. പിന്നെ നമ്മൾ കുളത്തിൽ ചാട്ടവും നീന്തലെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക വിശപ്പ് വരാൻ വല്ലാത്തൊരു വിശപ്പാണ്. അങ്ങനെ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഒന്ന് കിടക്കും കേട്ടോ. അമ്രമോൾ എത്ര മണിക്കൂർ ഉറങ്ങി? 2 രാവിലത്തെ നീന്തലും കഴിഞ്ഞ് വന്ന് ഉറങ്ങിയ അമ്ര ഈവനിങ് 5 o'clock കേട്ടോ എണീക്കുന്നത്. അതായത് ഏകദേശം ഒരു 6-7 മണിക്കൂർ ആൾ ഉറങ്ങിയിട്ടുണ്ട്. ആൻഡ് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അവൾക്ക് ഞാൻ പൊറോട്ടൻ്റെ ഉള്ളിൽ എഗ്ഗൊക്കെ വെച്ചിട്ട് പൊറോട്ട റോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് ചോദിച്ചിട്ട് യാതൊരു വിധ ധാരണയില്ല. അതാണ് ആൾ 2 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പം ഇനി തിരിച്ച് നമ്മൾ കാലിക്കറ്റിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പം നാളെ മൺഡേ ആണ്. ആൻഡ് നാളെ നമുക്ക് അജുവിനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ രാവിലെ തന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇനി ആഫ്റ്റർനൂൺ ക്ലിനിക്ക് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ പോവുക. അവൾ വയനാട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 2.5 hours ഉണ്ട് അവളുടെ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മീൻമുട്ടി വാട്ടർഫാൾസ് ഉണ്ട്, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തൊരു സ്ഥലം വരെ കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും അവിടെ ഫുൾ ക്ലോസ് ആയിട്ടുണ്ട് ടിക്കറ്റ്സും. കാരണം നല്ല മഴ ആയതുകൊണ്ട് ആന ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരവരെ ഒരു ടൈം കഴിയുന്നതിൻ്റെ മുന്നേ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ അവിടം വരെ പോവുകയും ചെയ്തു. നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് മഴ ഇതൊക്കെ കൊള്ളുകയും ചെയ്തു. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഒരു സൈഡ് ഫുൾ തേയിലത്തോട്ടും ആൻഡ് മറ്റേ സൈഡിൽ വാട്ടർഫോൾസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ഇത് അജുവിൻ്റെ സ്കൂളിൻ്റെ അടുത്താട്ടോ. അവൾ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ അവരെ സ്കൂളിൽ നിന്ന് 2-3 പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വയനാട്ടിൽ നല്ല മഴയും നല്ല തണുപ്പും അത്യാവശ്യം കോടയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ പോയി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നൈറ്റ് 10 o'clock ആയിട്ടുണ്ട്. അപ്പം അടുത്ത ദിവസത്തേക്ക് എനിക്ക് വേറെയും പ്ലാൻസ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ഹൈലൈറ്റിൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ദിവസമായിരിക്കുന്നു. ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആൻഡ് കുറച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം 1 മാസത്തിലധികമായിന്ന് തോന്നുന്നു നമ്മൾ മീറ്റ് ചെയ്തിട്ട്. നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 years ആവാനായിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഇപ്പം നമ്മൾ കുറേ കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ തന്നെയാണ് പർച്ചേസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്നും പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇപ്പം ഉള്ള കളക്ഷൻസൊന്നും കുറച്ചും കൂടെ വെറൈറ്റി നമ്മൾ പോയാലല്ലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനൊരു തോട്ടുണ്ട്. അപ്പോൾ എപ്പോൾ പോകണം എങ്ങനെ പോകണം എന്നൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ആ ഒരു സ്ഥലത്തിലുള്ള കാലാവസ്ഥക്ക് അനുസരിച്ചൊക്കെയാണ് അവിടെ നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് അവൈലബിൾ ആവുക. അതായത് ഡിസംബർ ടൈമിലൊന്നും പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർ നമ്മൾ ഈ കോട്ടൺ പോലത്തെ പിന്നെ മെറ്റീരിയലിൽ വരുന്ന ഡ്രസ്സുകളൊക്കെ പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് ഇനി പോകാൻ. പിന്നെ നമ്മളുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാത്ത് ആൻഡ് ബോഡിയിൽ പോയപ്പോഴാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പം അവർ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു. പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ റിങ്സ് ആണ് ചോദിച്ചത് കേട്ടോ, ഇയർ റിങ്സ് ആണ് ചോദിച്ചത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ഇയർ റിങ്സ് ആ ഒരു ടൈപ്പിൽ ഒരു മോഡൽ മാത്രമേ അവരുടെ അടുത്തുള്ളൂ. അപ്പം ഏതായാലും കയറിയതല്ലേ, അവിടെയുള്ള കുറച്ച് ബ്രേസ്ലെറ്റ്സും പിന്നെ ഇവർ ഓൺലൈനിൽ കാണിക്കുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മളിങ്ങനെ ചോദിച്ചു, അവർ കാണിച്ചു തന്നു. ആൻഡ് ചിലതെല്ലാം വേറെ ചെയ്ത് നോക്കി. എന്തായാലും നമ്മൾ വാങ്ങാനല്ലാന്ന് അവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ അവർ നല്ല രസത്തിൽ നമ്മളെ ഗ്രീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ കയറിയതിൻ്റെ ഒരു 5 minutes മുന്നെയാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യമായിട്ട് കയറി ചെല്ലുന്ന കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ നമ്മൾ. പിന്നെ ദേ നല്ലൊരു ഫുഡും കഴിച്ച് നമ്മളുടെ അന്നത്തെ ഒരു മീറ്റിംഗ് അവസാനിപ്പിച്ചു. അപ്പോൾ 2-3 ദിവസങ്ങളിലെ വിശേഷങ്ങളാണിത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക.
അതൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കങ്ങനെ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് അങ്ങനെ കമൻസ് ആയിട്ടൊന്നും വരലില്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നോട് പേഴ്സണലി പറയാറുണ്ട്, എന്ത് വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.